എൻ്റെ പേര് ബാബു എന്നാണ്. എൻ്റെ വീട് വളാഞ്ചേരിയാണ്. ഫ്ലോറോ ഫാൻറ്റസിയ പാർക്കിൻ്റെ അടുത്താണ് വീട്. എന്ന് വെച്ചാൽ ഒരു 10-30 വർഷത്തിൻ്റെ മേലെ ആയി ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടിട്ട് ഞാൻ ആദ്യം ഇവിടെ നമ്മുടെ വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾ ഈ സാധാരണ കൊല്ലന്മാരാണ്. അങ്ങനെ കുറേ കാലം അവിടെ ജോലി ചെയ്ത് എൻ്റെ മാമൻ്റെ കൂടെ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പഠിച്ച് ഇങ്ങനെ കുളപ്പുള്ളിയിൽ വന്നു. ആദ്യം മാമൻ്റെ കൂടെ തന്നെ കുളപ്പുള്ളി വന്നു. മാമ ഒരു കമ്പനിയിൽ ആദ്യം എന്നെ ഏർപ്പാടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് സ്വന്തം ചെയ്യാൻ തുടങ്ങി. ഒരു 2-4 വർഷം കുളപ്പുള്ളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി പിന്നെ വാടകയ്ക്ക് റൂമൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോലെ നമുക്കൊരു സ്ഥലം ഏർപ്പാടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മെച്ചം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ സ്ഥലം കിട്ടി. അങ്ങനെ സ്ഥലം 5 വർഷത്തോളമായി ഇപ്പോൾ ഇവിടെ പണി തുടങ്ങിയിട്ട്. ഇവിടെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 5 വർഷമായി ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ട്. അഗ്രി ടൂൾസ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അഗ്രി ടൂൾസ് എന്നാണ്. മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള വാണിയംകുളം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാരണം ബെൻഡ് ലിവർ, കമ്പി വളയ്ക്കുന്ന ലിവർ ഐറ്റംസ് ഉണ്ട്. പിന്നെ ചെറിയ മമ്മട്ടികളുണ്ട്. പിന്നെ കുറ്റ്യാടി ഭാഗത്ത് പോകുന്ന സാധനങ്ങളുണ്ട്. ഒരു പേരാമ്പ്ര തൂമ്പ എന്ന് പറഞ്ഞ തൂമ്പുണ്ട്. പുഴയ്ക്ക് വെച്ച് വെൽഡ് ചെയ്തുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പിക്കാക്സ്, മഴു, കോടാലി ഐറ്റംസ് ഉണ്ട്. പിന്നെ തേങ്ങാപ്പാര എന്ന് പറഞ്ഞ പൊളിക്കുന്ന പഴയ കാലത്ത് പൊളിച്ചിരുന്ന ഒരു തേങ്ങാപ്പാര ഐറ്റംസ് ഉണ്ട്. ഇത്ര ഐറ്റംസ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിത്തൂമ്പ ഐറ്റംസ് ഉണ്ട്. വയനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന സാധനം. തൂമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി പറിക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഈ കുടുംബശ്രീക്കാർ കൊണ്ടുപോകുന്നുണ്ട് ആ തൂമ്പ കൂടുതലായിട്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു തൂമ്പയാണത്. അതൊരു 200-200-300 വെയിറ്റ് വരുന്ന ഒരു തൂമ്പ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കോഴിക്കോട് ഭാഗത്തുണ്ട്, വടകര, പേരാമ്പ്ര അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഏജൻസികളുണ്ട്. ഏജൻസികൾ വഴിയും അങ്ങോട്ട് പോകുന്നുണ്ട് സാധനങ്ങൾ. നമ്മൾ നേരിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് മെറ്റീരിയൽ നമ്മൾ റെയിലാണ് ഉപയോഗിക്കുന്നത്. ഈ റെയിൽ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. റെയിൽ പുറത്തുനിന്ന് റെയിൽവേയിൽ ടെൻഡർ എടുത്തിട്ട് നമുക്ക് ആ സാധനം ഏജൻറ്റ് വഴി നമ്മളെ കയ്യിലെത്തുന്നുണ്ട് ആ സാധനം. അങ്ങനെ അത് ആദ്യം ഗ്യാസ് കട്ടിങ് ചെയ്തിട്ട് അത് 5 കിലോനാണെങ്കിൽ 4 കിലോനാണെങ്കിൽ അതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അളവിൽ വെച്ച് മുറിച്ച് അത് നമ്മൾ ഓലയിൽ കയറ്റി, ഓല എന്ന് പറയുമ്പോൾ ആ തീയിൻ്റെ ഇതുണ്ടല്ലോ, അതിൽ കയറ്റി വെച്ച് പഴുപ്പിച്ചെടുത്ത് അത് മെഷീനിൽ വെച്ച് അടിച്ചുണ്ടാക്കുന്നത്. അത് ആദ്യം ഒരച്ച് ഇറക്കി, പിന്നെ വേറൊരു അച്ച് ഇറക്കി, അങ്ങനെ അതിൻ്റെ റൗണ്ട് ആദ്യം വെട്ടിപ്പൊളിക്കും. ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ചെറിയ അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ വട്ടം കൂട്ടി വരുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് അത് അടിച്ച് ബെൻഡിടും. പിന്നെ നമ്മൾ നേരെ ഹാൻഡ് ഫോർജ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്യും. ഒരു പെയിന്റ് അടിക്കും, ടെമ്പറിങ്ങും. ഇത്രേ ഉള്ളൂ. പിക്കാസിന്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ലോങ് അതിപ്പോ 4 കിലോ ഉള്ളൊരു പീസ് ഏകദേശം ഒരു 2.5 അടി അങ്ങനെ നീളം വരും. ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കൊല്ലനാണ്. അപ്പൊ അതിൻ്റെതായ രീതികളും മാറ്റങ്ങളും വരും. കാരണം നമ്മൾ ഇപ്പൊ ലീഫ്, അതുപോലെ തന്നെ ഈ ലീഫും കൂടുതൽ ലീഫ് ഉപയോഗിക്കുന്നുണ്ട്, റെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ലീഫ് നമ്മൾ കളയ്ക്കും തോറും മൂർച്ചം കൂടി വരുന്ന സാധനമാണ് ഈ ലീഫ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പിന്നെ ഒരു കൊല്ലനെ കാണിക്കേണ്ട ആവശ്യം വരില്ല. ലീഫോട് പണിയെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കളയ്ക്കും തോറും നമ്മൾ കൊത്തും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മൂർച്ചം കൂടി വരും. അതാണ് അതിന്റെ പ്രത്യേകത. റെയിലോണ്ട് നമ്മൾ അടിക്കുന്ന പിക്കാസ്, അലുവാങ്ക്, മമ്മട്ടി ഐറ്റംസ് ഒക്കെയാണ് റെയിലോണ്ട് അടിക്കുന്നത്. മറ്റുള്ള സാധനങ്ങൾ ചെറിയ ഇഞ്ചി തൂമ്പകളും ചെറിയ തൂമ്പ ഐറ്റംസും അതുപോലെ തന്നെ ചുരുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മണ്ണിൽ കൊത്തുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഈ ലീഫ് കൊണ്ടാണ് പണിയെടുക്കുന്നത്. നല്ല മൂവിങ് ഉണ്ട്. സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിട്ട് 18 വർഷത്തോളമായി. ഒരാൾ വന്നിട്ട് 12 വർഷമായി എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അവരുള്ള പ്രശ്നങ്ങളൊന്നും അവർ നമ്മളെ കൂടെ എൻ്റെ എല്ലാ കാര്യത്തിലും അവർ എൻ്റെ മുന്നിലും പിന്നിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഒരച്ഛനും ഒരു അമ്മയും, 4 ഏട്ടന്മാര്, 3 പെങ്ങന്മാർ ആണുള്ളത്. അവരെല്ലാവരും കല്യാണം കഴിഞ്ഞു. ഏട്ടന്മാർ വേറെ വീട് വെച്ചു, ഞാൻ വേറെ വീട് വെച്ചു. നല്ല സപ്പോർട്ടാണ്. കുടുംബത്തിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഫാമിലി, എനിക്കൊരു 2 മക്കളാണ്. 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. അവർ രണ്ടും പഠിക്കുന്നത്. ഒരാൾ +2 ആണ്, ഒരാൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ സുഹൃത്താണ് സുനിൽ കുമാർ എന്ന് പറയും. അയാൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവനാണ് എൻ്റെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ട്. പിന്നെ അവർ ഇതിൽ പാർട്ട്ണർഷിപ്പും ഉണ്ട്. നന്ദി കൂടുതൽ അച്ഛനമ്മേനോടാണ് ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആളുകളോടൊക്കെ നന്ദിയുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ബിസിനസ് ചെയ്യാൻ പോകും. നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയോടത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എന്താ, എനിക്കിത് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി തുടങ്ങി. അത് വിജയിക്കും എന്നൊരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. കാരണം ഇതിൽ പാർട്ട്ണർഷിപ്പ് അങ്ങനെ കൂട്ടാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം അത് വിജയിക്കും, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇവരെല്ലാം ഒരാളാണ് ഞാൻ ജോലി ചെയ്യുന്നത്, ഒരു ജോലിക്കാരനാണ് ഞാൻ. ആ ഈ പരിപാടി ഞങ്ങളിപ്പോൾ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അളന്ന് കിട്ടിയിട്ടില്ല. മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലാതെ, ഇപ്പോൾ ഈ കമ്പനി അല്ലാതെ എനിക്ക് ഷൊർണൂർ ഒരു പ്ലോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പാസ്സായി കിടക്കുകയാണ്.
അത് കിട്ടിയില്ല. വ്യവസായത്തിന് സ്ഥലമാണ് കിട്ടിയില്ല. ഞങ്ങൾ അതിൽ തുടങ്ങാനുള്ള പരിപാടി തന്നെയാണ്. നമുക്കിതിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10-20 സെന്റ് സ്ഥലം നമുക്ക് വ്യവസായത്തിന്റെ പാസ്സായി കിടക്കുന്നുണ്ട്. അത് അളന്ന് കിട്ടിയിട്ടില്ല. അളന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഒരു പീസ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലൂടെ പുറത്തേക്ക് പോകും. ചേടി, പേരാമ്പ്ര, അതുപോലെ തന്നെ ആ വഴിക്കുള്ള തൊട്ടിൽപ്പാലം, ആ വഴിക്കുള്ള ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സാധനം ഒരു ടീമിന് മാത്രമേ നമ്മളത് സെയിൽ ചെയ്യണുള്ളൂ. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഒരു 10 വർഷത്തോളമായി ആൾക്ക് ഞാൻ ഈ സാധനം സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നല്ല സപ്പോർട്ടാണ് അയാളുടെ ഭാഗത്തുനിന്നുള്ളത്. പുതിയൊരു കടയുടെ ഒരു പരിപാടി ഷോപ്പായിട്ട് നമ്മൾ വളാഞ്ചേരി ഭാഗത്ത് കുറേ കസ്റ്റമർ ഇവിടെ വന്നൊരു സാധനം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ഇങ്ങനെ പരിപാടി വളാഞ്ചേരി ചെയ്യണമെങ്കിൽ ഒന്നുകൂടി വിജയിക്കും, അപ്പോൾ അത് പറ്റുമോ നോക്കിക്കോന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കിലാണ് ഞാൻ. വാണിയംകുളം വന്നിട്ട് നമ്മൾ റേറ്റ് സെയിലിൽ പോന്നു കഴിഞ്ഞാൽ പനയൂർ റോഡ് എന്ന് പറയും. അത് ആ റോഡ് നേരെ വല്ലപ്പുഴയ്ക്ക് പോകുന്ന റോഡാണ്. ഈ വാണിയംകുളത്ത് ഒരു 1/2 കിലോമീറ്റർ 500 മീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക്. അവിടെ വന്നിട്ട് ബാബുവിൻ്റെ കമ്പനി ഏതാ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. വളാഞ്ചേരി ബാബുവിൻ്റെ കമ്പനി എന്താ ചോദിച്ചാൽ പറഞ്ഞുതരും.